ഗായ്സ്, റീസെൻ്റ്ലി നമ്മൾ ഫാമിലി ആയിട്ട് തമിഴ്നാട് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗായ്സ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്ട് വി എയ്റ്റ് ഇൻ എ ഡേ ഡ്യൂറിങ് ട്രാവലിംഗ് ആണ് ഗായ്സ്. നമ്മൾ ആദ്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ പൊങ്കലും ഉഴുന്നുവടയാണ് ഗായ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പൊങ്കലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഏവറേജ് ടേസ്റ്റ് ആയിരുന്നു ഗായ്സ്. കാരണം പൊങ്കൽ കുറച്ച് കട്ടിയാണെങ്കിലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇത് കുറച്ച് കഞ്ഞി പോലെ ആയിപ്പോയി, പക്ഷേ ഉഴുന്നുവട അടിപൊളിയായിരുന്നു. അതിന് ശേഷം നമ്മൾ തിരുച്ചെന്തൂർ എത്തി. അമ്പല ദർശനങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചതാണ് ഗായ്സ്. ആദ്യം മിക്സ്ഡ് ഫ്രൈഡ് റൈസ് ആണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇത് നോക്കുവാണെങ്കിൽ മഷ്റൂം, അതേപോലെ തന്നെ പനീർ ആൻഡ് കോളിഫ്ലവർ, സോ ഇത് മൂന്നും വരുന്ന ഒരു രീതിക്കുള്ള ഒരു മിക്സ്ഡ് ഫ്രൈഡ് റൈസ് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഒരു ഫ്ലേവർഫുള്ളായിരുന്നു, ഒത്തൻറ്റിക് ടേസ്റ്റ് ആയിരുന്നു ആൻഡ് അടിപൊളിയായിരുന്നു ഗൈസ്. എനിക്ക് കഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാക്കുന്ന രീതിക്കൊരു ഫ്രൈഡ് റൈസ് ആണ്. സോ ഞാനിത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇങ്ങനൊരു ടേസ്റ്റിൽ, ഇങ്ങനൊരു വെറൈറ്റിയിൽ ഞാൻ കഴിക്കുന്നത്. സോ അതാണ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ അതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് പനീർ 65, അതേപോലെ തന്നെ ഒരു വെജ് ബിരിയാണി. പനീർ 65യുടെ കാര്യം പറയുവാണെങ്കിൽ നല്ലോണം ആ ഒരു മിക്സ്, നമ്മുടെ മസാല മിക്സൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ നല്ലോണം ഡീപ് ഫ്രൈ ആയിട്ട് വരുന്ന ഒരു രീതിയിലായിരുന്നു അവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. സോ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. ആൻഡ് അതിന് ശേഷം ഫൈനലി ഞങ്ങൾ വെജ് ബിരിയാണി ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെജ് ബിരിയാണി പറയുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. ആൻഡ് വെജിറ്റബിൾസൊക്കെ നല്ലോണം അവർ ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് കുറച്ച് കച്ചമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. സോ അതിന് ശേഷം തിരുച്ചെന്തൂർ വെച്ചിട്ട് തന്നെ നമ്മൾ ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ കാര്യം പറയുവാണെങ്കിൽ സൂപ്പർബായിരുന്നു ഗൈസ്. ആൻഡ് നമ്മൾ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ഓറഞ്ച് സ്ക്യൂസ് ചെയ്തിട്ട് ആ ഒരു മെഷീനിൽ സ്ക്യൂസ് ചെയ്തിട്ട് നമുക്ക് നാച്ചുറലി നമുക്ക് തരുന്നത്. സോ നമ്മളോട് ചോദിക്കും ഷുഗർ വേണോ വേണ്ടയോ. സോ നമുക്കനുസരിച്ച് നമുക്ക് വേണ്ട രീതിക്ക് അവർ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. സോ അതിന് ശേഷം നമ്മൾ ട്രൈ ഔട്ട് ചെയ്തതാണ് റെഡ് വെൽവെറ്റിൻ്റെ കോൺ ഐസ്ക്രീമാണ്. സോ ഇത് അമൂൽ ഫ്ലേവറാണ് ഗൈസ്. ആൻഡ് അമൂൽ ഫ്ലേവറിൽ നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇതൊന്ന് കഴിച്ച് നോക്കുന്നത് തമിഴ്നാട്ടിൽ വെച്ചിട്ടും. ആൻഡ് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ആൻഡ് റെഡ് വെൽവെറ്റ് ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് ഈ ഒരു ഫ്ലേവർ. സൂപ്പർബായിരുന്നു. സോ അതിന് ശേഷം നമ്മൾ ട്രൈ ഔട്ട് ചെയ്തതാണ്, അതായത് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒരു ഐസ്ക്രീം നമ്മൾ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും സെയിം അമൂളിൻ്റെ തന്നെയായിരുന്നു ഗൈസ്. ആൻഡ് കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ആക്ച്വലി ഇഷ്ടമായത് റെഡ് വെൽവെറ്റിൻ്റെ കോൺ ഐസ്ക്രീം ആയിരുന്നു. ഇത് കുഴപ്പമില്ലാത്ത ഒരു ടേസ്റ്റ് ആയിരുന്നു. വൈറ്റ് ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ട്രൈ ഔട്ട് ചെയ്യാം. നോർമലി ഞാനൊരു വൈറ്റ് ചോക്ലേറ്റ് പ്രേമി അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഒന്നും ഇഷ്ടപ്പെട്ടില്ല. സോ മറ്റേത് കുഴപ്പമില്ലായിരുന്നു ഗൈസ്. മറ്റേത് കഴിക്കാനായിട്ട് നല്ല സൂപ്പറായിരുന്നു. സോ അതിനുശേഷം നമ്മൾ തിരുച്ചെന്തൂരിൽ നിന്നും ഇറങ്ങിയിട്ട് തൂത്തുക്കുടിക്കാണ് ഗൈസ് പോകുന്നുണ്ടായിരുന്നത്. ആൻഡ് നമ്മളിവിടെ ബീച്ച് കാണാനായിട്ടാണ് വന്നിട്ടുള്ളത്. സോ സൂപ്പർ ബീച്ചായിരുന്നു. ഒരുപാട് ആൾക്കാർ വിസിറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 4:30 ആകുമ്പോഴാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഗൈസ്, എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഗൈസ് ഞാൻ കാക്കകൾക്ക് കടല കൊടുക്കുന്നത്, ഫീഡ് ചെയ്യുന്നത്. സോ അവരാണെങ്കിൽ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. കാരണം നമ്മളിങ്ങനെ കടല ഇങ്ങനെ വീശി കൊടുക്കുന്ന സമയത്ത് അവർ ഓരോ ആൾക്കാർ കറക്റ്റായിട്ട് ക്യാച്ച് പിടിക്കുന്നുണ്ടായിരുന്നു. സോ നമ്മൾ ഇട്ടുകൊടുക്കും തോറും കാക്കകളുടെ എണ്ണം കൂടി, അതേപോലെ തന്നെ നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചവർക്ക് ഫീഡ് ചെയ്തു ഗൈസ്. അത് ഫീഡ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയി. സോ അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ട്രൈ ഔട്ട് ചെയ്താണ് ഗൈസ് കുൽഫി ഐസ്ക്രീമിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നല്ല ഒരു കുൽഫി ഫ്ലേവറുള്ള, അതുപോലെ തന്നെ നട്ട്സ്, ബദാമും കാര്യങ്ങളൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കുൽഫി ഐസ്ക്രീം. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. സോ അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് കാക്കയ്ക്ക് കൊടുത്തില്ലേ ഗൈസ് കടല, അതേപോലെ നമ്മളും കുറച്ച് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഗൈസ് സൂപ്പർബായിരുന്നു. കുറച്ച് വെജിറ്റബിൾസൊക്കെ കയ്യിലിട്ട് ഉപ്പും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു കടല. സോ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. എനിക്കും ഫാമിലിക്കും കഴിച്ചു നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ അതിന് ശേഷം നമ്മൾ അവിടെ നിന്നും ഇറങ്ങി ഏകദേശം നൈറ്റ് സമയം 9:30 10 ആകുമ്പോൾ നമ്മളൊരു കടയിൽ നിന്നും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഞാൻ പൊറോട്ടയും ചിക്കൻ സാളയാണ് വാങ്ങിച്ചത്. ആൻഡ് ഗൈസ്, മൈ ഗോഡ്, തമിഴ്നാട്ടിലെ സാളനെ കുറിച്ച് എടുത്ത് പറയേണ്ട കാര്യമുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ആ ഒരു ചിക്കൻ ഇല്ലെങ്കിലും ആ ഒരു സാള കൂട്ടി കഴിക്കാൻ എനിക്ക് അതന്നെ മതിയായിരുന്നു. സൈഡ് ഡിഷ് ഒന്നും തന്നെ വേണ്ടായിരുന്നു. സൂപ്പർബായിരുന്നു. ആൻഡ് ഗൈസ്, എൻ്റെ അനിയത്തി അതേപോലെ തന്നെ ഓംപ്ലേറ്റും അതേപോലെ ചിക്കൻ സാലഡ് കൂട്ടിയിട്ട് ഇഡ്ഡലിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതും പറയുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. ആൻഡ് നമ്മൾ ഭയങ്കരമായിട്ട് അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്ത് അടിച്ച് പൊളിച്ച് നമ്മൾ എൻജോയ് ചെയ്തു.